അദ്ദേഹം പറഞ്ഞതിൽ വളരെയധികം വാസ്തവമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു സമീപനം, അതായത് അവരുടെ പേര് സൂചിപ്പിക്കാതെ അദ്ദേഹം അഖിലേട്ടൻ ലൈവില് പറഞ്ഞത് ചില സ്ത്രീകൾ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അയാൾക്ക് കൊടുത്തേക്കുന്നത് റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ 10,000 ആണ്. എന്റെ അറിവിൽ 10,000 രൂപ എന്തോ ആണ്. എന്നാൽ ശോഭാ വിശ്വനാഥിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 30,000. എല്ലാവർക്കും നമസ്കാരം. അഖിൽമാരോട് ഒരു ആരോപണം വെച്ച് അത് കൊള്ളേണ്ടവർക്കൊക്കെ നന്നായിട്ട് കൊള്ളുകയും ചെയ്ത്, അതുപോലെ നിരപരാധിയായ കുറെ പേർക്ക് അത് വിടുകയും ചെയ്തു. കാരണം അവർക്കും കൂടി സൈബർ അറ്റാക്ക് വരുന്ന രീതിയിലായിരുന്നു ആലിഗേഷൻ വച്ചത്. അതിൽ മാത്രം എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ മാരാർ വെച്ചത് നല്ല വ്യക്തമായിട്ടുള്ള സംഭവമൊക്കെ തന്നെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അത് നിരപരാധിയായ കുറെ പേർക്ക് എല്ലാ കണ്ടസ്റ്റന്റിനെയും ബാധിക്കുന്ന രീതിയിലായിപ്പോയി. കാരണം പേരെടുത്ത് ആരാണെന്ന് പറയാത്തത് കൊണ്ട് മാത്രം. എന്തായാലും കൊള്ളേണ്ടവർക്കൊക്കെ നന്നായിട്ട് കൊണ്ടു. ഞാനിവിടെ 2-3 ക്ലിപ്പും 2-3 ആൾക്കാർ പുതിയ 2-3 എൻട്രിയും കൂടി നടത്തിയിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഇതില് ശോഭ സാബുമോനൊക്കെ ഇരുന്നിട്ടുള്ളൊരു ചർച്ചയുണ്ട്. ഞാൻ ആ ചർച്ച ഇവിടെ ഒന്ന് കൊടുക്കാം. എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നു. സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ അവിടെ പോയി, എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ആ ഒരു വാക്കുകൾ. അപ്പൊ എന്നിട്ട് പോലും നമ്മൾ അതൊന്നും, ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് പോലും അഖിലിനോട് ഒരു വൈരാഗ്യമോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ സീസണിനകത്ത് വെച്ച് തന്നെ തീർത്ത് നല്ലൊരു മെസ്സേജ് കൊടുത്ത ഒരു സീസണാണ്. ഇപ്പോഴും ആൾക്കാർ ഇരുന്ന് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സീസണാണ്. സീസൺ 5ന്റെ ഭാഗമാവാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഐ ഫീൽ സോ പ്രൗഡ്. ആ പ്രൗഡ് ഫീലിംഗോട് കൂടിയാണ് സീസൺ 5ന്റെ ഭാഗമാകാൻ പറ്റിയത്. യു ഫീൽ സോ പ്രൗഡ്. അതിന്റെ സീസൺ 5ന്റെ അകത്ത് നടന്ന ഗെയിമിനാരും കുറ്റം പറഞ്ഞില്ല. അതിന്റെ പുറത്ത് നടന്ന, അതിന്റെ മറ്റേ പിന്നാമ്പുറത്ത് നടന്ന സംഭവങ്ങളാണ് മാരാറ് പറഞ്ഞത്. അല്ലാതെ ഗെയിമിന്റെ അകത്ത് നടന്നത് ഇപ്പോഴും ആൾക്കാരെടുത്ത് വെച്ച് കാണുന്നുണ്ടെങ്കിൽ യു ഫീൽ സോ പ്രൗഡ്. പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത് എന്താണ് നടന്നതെന്നാണ് മാരാറ് പറഞ്ഞത്. പക്ഷെ ആ പറച്ചില് മാരാറ് മൊത്തം കണ്ടസ്റ്റന്റുകളെ ബാധിക്കുന്ന രീതിയിൽ പറഞ്ഞതാണ് എനിക്ക് യോജിപ്പില്ലാത്ത. എന്തായാലും സാബുമോൻ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. കേട്ടോക്കാം. എന്റെ സീസണിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പിച്ച് പറയാം, എന്റെ സീസണിന് ഓരോ എന്തോ പറഞ്ഞോളൂ സാബു പറഞ്ഞോളൂ. ശോഭ നിങ്ങൾ തമ്മിലുള്ള മറ്റേ വഴക്കം ഗെയിമും അല്ല ചോദിച്ചോണ്ട്. ചോദ്യ വിഷയം എന്ന് പറയുന്നത് അഖിൽമാരാര് ഈ ബിഗ് ബോസിൽ പങ്കെടുത്ത സ്ത്രീകളെ ഒന്നടങ്കം ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അത് ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ അതാ പറയാം, സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ പോലും തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെയാണ്. മാരാറോടെ എന്ത് തെറ്റ് ചെയ്ത്? മാരാറ് തെറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ രീതിയിൽ റോങ് ആയിപ്പോ അത് എല്ലാ കണ്ടസ്റ്റന്റുകളും ബാധിച്ചു. കാരണം റെനീഷ, സെറീന ആയാലും എല്ലാവരും, ഗോപിക ആയാലും എല്ലാവരും എക്സ്പ്ലനേഷൻ ആയിട്ട് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം അവർക്ക് നേരെ സൈബർ അറ്റാക്ക് പോയി. നീയല്ലേ ഈ സാധനത്തിന് അവർ എക്സ്പ്ലനേഷൻ നൽകേണ്ടി വന്നു. എന്തായാലും ശോഭ ഈ ഒരു സംഭവം ബഹുലമായി ഈ ചർച്ച ഇങ്ങനെ പോയി. എന്തായാലും ഇതിനെ പറ്റിയിട്ട് മൂപ്പൻ പറയുന്നത് ഞാനൊന്നും കൊടുക്കാം. ഞാനൊന്നും പറയുന്നില്ല, മൂപ്പൻ പറയുന്നത് ഞാനൊന്ന് കൊടുക്കാം. അയാൾക്ക് കൊടുത്തേക്കുന്നത് റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ 10,000 ആണ്. എന്റെ അറിവിൽ 10,000 രൂപ എന്തോ ആണ്. എന്നാൽ ശോഭാ വിശ്വനാഥിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ശോഭാ വിശ്വനാഥ് എന്നുള്ള കണ്ടസ്റ്റന്റിനെ അറിയാമായിരിക്കും. ഞാൻ ഒരിക്കലും ശോഭയെ വിമർശിക്കുന്നതല്ല, ഷോയുടെ ഒരു അനീതി എന്നുള്ള സെറ്റപ്പിൽ പറയുകയാണ്. അത് ശോഭയ്ക്ക് 30,000 രൂപ കൊടുക്കുമ്പോൾ മനീഷ എന്ന് പറയുന്ന ഇവിടെ മൊത്തം എല്ലാവർക്കും മലയാളികൾക്ക് മൊത്തം അറിയുന്ന ഒരു കണ്ടസ്റ്റന്റിന് 12,000 രൂപ. അതുപോലെ തന്നെ ഡിബേറ്റിലടക്കം നിരവധി വിവാദങ്ങളടക്കം സംസാരിക്കുകയും സമൂഹത്തിന്റെ പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള മാരാർ നമുക്ക് ഇഷ്ടപ്പെടാം. ഞാൻ ആ സമയങ്ങളിൽ പുള്ളി നിശ്ചിതമായി വിമർശിച്ച ആളാണ്. ഇപ്പോഴും ഞാനത് പറയുന്നു. അന്ന് വിമർശിച്ച വിമർശനങ്ങളൊക്കെ വീഡിയോ എന്റെ ചാനലുണ്ട്. അപ്പം ആ വ്യക്തിക്ക് അപ്പൊ കിട്ടിയിരിക്കുന്നത് 10,000 രൂപ, മനീഷയ്ക്ക് 12,000 രൂപ, ശോഭാ വിശ്വനാഥിന് 30,000 രൂപ. 30,000 രൂപ ഈ ശോഭാ വിശ്വനാഥിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ശോഭാ വിശ്വനാഥിന്റെ ഫേസ് വാല്യൂ നമ്മുടെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു ശോഭാ വിശ്വനാഥിന്? എനിക്കറിയില്ലായിരുന്നു. സീരിയസ്ലി എനിക്കറിയില്ലായിരുന്നു. ഞാൻ ശോഭാ വിശ്വനാഥ് എന്നുള്ള വ്യക്തി അവിടെ വരുന്നു എന്ന് പറയുന്ന സമയങ്ങളിൽ മാത്രമാണ് ഞാൻ അതിനെ കുറിച്ച് അറിയുന്നത്. ഇനി 1-2 കാര്യങ്ങൾ ശോഭാ വിശ്വനാഥുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നിലവിൽ ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ റിനോഷ് ജോർജ് വന്ന് പബ്ലിക്കലി സംസാരിച്ചു. റിനോഷ് ജോർജ് വന്ന് സംസാരിക്കാനുള്ള കാരണത്തിന്റെ പുറകിൽ ശോഭയുടെ പേരുകളൊക്കെ എന്റെ അടുത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ചില ഫേക്ക് ഐഡികൾ കുറച്ച് ആൾക്കാരൊന്ന് പറഞ്ഞു. അതാരാണ് ഫേക്ക് ഐഡി എന്നുള്ള സംഭവങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നു, അതും ഒരു ആരോപണമായിട്ട് എടുക്കാൻ നമുക്കത് വിശ്വസിക്കേണ്ട. റിനോഷ് ജോർജ് സംസാരിക്കാൻ അതിനുള്ളൊരു പ്രേരണ ശോഭാ വിശ്വനാഥ് എന്നൊക്കെ പറയുന്നു. നമുക്കതൊക്കെ വെറും ഒരു ബാലിശമായിട്ടുള്ളതോ അല്ലെ നമുക്ക് തള്ളിക്കളയാം, അങ്ങനെയൊക്കെ പറയുന്നു. എന്നാൽ നിലവിൽ ആരോപണ വിധേയരായിട്ടുള്ള 2 വ്യക്തികളാണല്ലോ ഏഷ്യാനെറ്റിനകത്തുള്ള 2 വ്യക്തികൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ആ ഒരു കാര്യത്തിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നിലവിൽ ഇപ്പൊ ശോഭ അവിടെ ഡിസ്കഷനകത്ത് ഇരുന്ന് പോലും അവിടെ ആ ഒരു ചാനലിൽ നിന്നും നേരിട്ട ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശോഭയ്ക്ക് 30,000 രൂപ കിട്ടിയിട്ടുള്ള ഏഷ്യാനെറ്റിൽ നിന്നാണ് പെർ ഡേ, അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൽ നിന്നാണ്, ഏഷ്യാനെറ്റ് അല്ല ബിഗ് ബോസിൽ നിന്നാണ്
ഏഷ്യാനെറ്റും അതിനകത്ത് ഇൻവോൾവ് ആണല്ലോ. എന്നാൽ ശോഭാ വിശ്വനാഥ് എന്നുള്ള വ്യക്തി ഈ ആരോപണ വിധേയരായുള്ള ഒരു വ്യക്തിയുടെ മകളുടെ വിവാഹത്തിന് അതിന്റെ എല്ലാ കാര്യങ്ങളുടെ മുൻപന്തി നിന്ന വ്യക്തിയാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് തെറ്റാണെങ്കിൽ ശോഭയ്ക്ക് നിഷേധിക്കാം, അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുമില്ല, ആ ഒരു കാര്യത്തിന്റെ അകത്തുള്ള വസ്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും അടക്കം എല്ലാ കാര്യങ്ങളുടെ അകത്തും മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. അത് ഞാൻ അറിയുന്ന തെറ്റാണെങ്കിൽ ശോഭയ്ക്ക് പബ്ലിക്കായിട്ട് എന്നെ വിമർശിക്കാം, എന്തും ചെയ്യാം. ശോഭ ഞാൻ അതിനകത്ത് ഇപ്പൊ ശോഭയ്ക്ക് അനാവശ്യമായിട്ട് ഒരാൾ ഇങ്ങനെ മൂപ്പൻ എന്ന് പറയുന്ന ഒരുത്തൻ വന്നിരുത് ചുമ്മാ വന്നിരുത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ തെളിവുകളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാം. അതായത് ഈ ആരോപണ വിധേയർ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ രണ്ട് തലപ്പത്തുള്ള രണ്ട് വ്യക്തികൾ ഒരാളുടെ മകളുടെ വിവാഹത്തിന് ശോഭ പങ്കെടുക്കുന്നതല്ല. അതിനകത്തുള്ള മറ്റുള്ള എല്ലാ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ കല്യാണത്തിന്റെ അത് നടത്തിപ്പ് പോലത്തെ പരിപാടി അഥവാ അതിനകത്തുള്ള ഡ്രസ്സ് അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ശോഭാ വിശ്വനാഥ് ആയിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ അറിഞ്ഞു. ഈ ഒരു കാര്യത്തിന് ശോഭ നിഷേധിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള തെളിവുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോസൊക്കെ ഞാൻ എന്തായിരുന്നാലും അത് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ മൂപ്പന്റെ ഈ ആരോപണം കണ്ടില്ലേ, ഇത് മാരാറിന് ശേഷം മൂപ്പൻ മറ്റൊരു ആരോപണവുമായി വന്നിട്ടുണ്ട്. എന്തായാലും ശോഭ മറുപടി നൽകേണ്ടത് ഇനി മാരാറിനല്ല, ഇതിനാണ് ശോഭ മറുപടി നൽകേണ്ടത്. ജനുവിനാണ്. ഞാൻ അങ്ങനെ അല്ല ഇങ്ങനെയല്ല, എന്താണ് എനിക്കറിയില്ല. ഇതിപ്പോ ഞാനിപ്പോ ഈ വീഡിയോ കണ്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ഞാനിത് കണ്ടപ്പോൾ ഈ സംഭവം റിയാക്ട് ചെയ്ത എന്ന നിലയ്ക്ക് ഞാൻ ഇതും നിങ്ങളിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങൾ ജനങ്ങൾ ഇതും കാണണം. ഇനി ശോഭ നൽകേണ്ടത് മൂപ്പന്റെ ഈ ഒരു ആരോപണത്തിനാണ് മറുപടി നൽകേണ്ടത്. ഈ പറഞ്ഞ പോലെ മുൻപന്തിയിൽ നിന്ന് കല്യാണം നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശോഭ അത് പറയുക, തെളിയിക്കുക. മൂപ്പന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ മൂപ്പനും അത് തെളിയിക്കുക. അതാണ് ഇനി ചെയ്യേണ്ടത്. എന്തായാലും ഇനി നിങ്ങൾ പ്രേക്ഷകർ വിധി എഴുതുക ഇതെന്താണെന്ന്. അല്ല ഇപ്പൊ ഈ മൂപ്പൻ ഈ പറഞ്ഞ പോലെ 30,000 രൂപ ശോഭയ്ക്കും 10,000 രൂപ മാരാറിനും ഒക്കെ ആണെന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ എനിക്കും അറിയില്ല. ഓക്കെ, അതെന്തായാലും ശോഭയ്ക്ക് 30,000 കിട്ടിയിട്ടില്ലെങ്കിൽ ശോഭ തന്നെ തെളിയിക്കുക. മൂപ്പൻ പറഞ്ഞ കള്ളമാണെങ്കിലും ശോഭ തന്നെ തെളിയിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിനുശേഷം മറ്റൊരു യുവതി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മാരാറിന് സപ്പോർട്ടീവായിട്ട് നിന്ന ഒരു ലേഡി തിരിഞ്ഞു മറിഞ്ഞ് പറയുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്തായാലും നമുക്ക് 2 വീഡിയോ കാണാം. മാരാർ അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ കാസ്റ്റിംഗ് കൗച്ച് പോലെ ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ചില കുട്ടികളോട് അല്ലെങ്കിൽ ചില കണ്ടസ്റ്റൻസ് ആയിട്ട് വരാൻ ആഗ്രഹിച്ചവരോട് ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില സമീപനം, യെസ്, അത്തരത്തിലൊരു സമീപനം എനിക്കും ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്ക് അവരെയോ എന്നെ അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇരവാദം എന്നുള്ള രീതിയിലല്ല ഞാൻ വരുന്നത്. എന്റെ അടുത്തും അങ്ങനെ ഒരു ചെറിയ സമീപനം ഇൻഡയറക്ട് വേയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് വിടുകയും ചെയ്തു. അഖിൽ മാരാറെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതിൽ വളരെയധികം വാസ്തവമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു സമീപനം, അതായത് അവരുടെ പേര് സൂചിപ്പിക്കാതെ അദ്ദേഹം നടത്തിയ ഈ ഒരു രീതി സത്യം പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇതിപ്പം ഓക്കെ, ഇവര് പറയുന്ന മാരാറ് നടത്തിയത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്രോച്ചൊക്കെ എല്ലാം നൈസാണ്. പക്ഷെ പേര് പറയാതെ പറഞ്ഞത് കാരണം ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റുകളെയും ബാധിക്കുന്ന ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് പേഴ്സണലി എനിക്ക് വിയോജിപ്പുള്ള ഒരു സംഭവം. കാരണം ബാക്കിയുള്ളവർ എന്തിനാ വെറുതെ എല്ലാവരും കൂടി ഇതിൽ ഏറിപ്പോണ അവസ്ഥ ആലോചിച്ച് നോക്ക്. എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റുകൾക്കും സൈബർ അറ്റാക്ക് വരുന്ന രീതിയിൽ മാരാറ് പറഞ്ഞത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അല്ലാണ്ട് ഈ ഒരു അലിഗേഷൻ മാരാർ പറഞ്ഞ തെറ്റാണ്, അത് ഭയങ്കര ഫ്ലോപ്പാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. മനസ്സിലായ? എന്തായാലും ഇത് കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളുന്നുണ്ട്. അവർ വന്നിരുന്നിട്ട് ഇപ്പൊ ഈ മൂപ്പൻ പറഞ്ഞൊക്കെ കേട്ടപ്പോ എന്റെ കിളി പറയണേ 30,000 10,000 എന്തായാലും അത് അവരെ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ശോഭാ വിശ്വനാഥ് എന്തായാലും മാരാറിന് സപ്പോർട്ടീവായിട്ട് ആദ്യം മുന്നോട്ട് വന്ന ഒരു ലേഡി ഇപ്പൊ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കൊടുക്കുക, എനിക്ക് അത്ര ഡൈജസ്റ്റീവ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുപോലെ ആയി. അഖിലേട്ടൻ ലൈവിൽ പറഞ്ഞത് ചില സ്ത്രീകൾ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പറയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരാരും പറഞ്ഞു കണ്ടില്ല. പക്ഷെ ഞാൻ വന്ന് പറഞ്ഞത് എന്നെ അവർ യൂസ് ചെയ്തു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് ആ ഷോയിലേക്ക് കയറാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയപ്പോൾ എന്റെ ഫ്രണ്ട് മുഖാന്തരം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നിലെ ഫെയിം വേണം, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ കിടക്കണം. ഈ 3 കാര്യങ്ങളും എനിക്ക് ഓക്കെ അല്ലാത്തത് കൊണ്ട് ഞാൻ ഷോ വേണ്ട എന്ന് പറയുമായിരുന്നു. എന്നെ അവർ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ ലൈവിൽ പറഞ്ഞ വിക്ടിം ഞാനല്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് അവര് അഖിലേട്ടനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യത്തില് ക്ലാരിറ്റി വരുത്തണം എന്ന് തോന്നി.
എന്നെ പോലെയുള്ള സാധാരണക്കാര് ഇങ്ങനെയുള്ള ഷോകൾക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാരാബ്ദം കൊണ്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാരല്ലേ. അപ്പം അതിനൊക്കെ കുറച്ചൊരു അറുതി വരും എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഷോകൾക്കൊക്കെ നമ്മൾ പോകണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. അപ്പൊ അത് ചൂഷണം ചെയ്യാനായിട്ട് കുറെ ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കെതിരെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാള് സോഷ്യൽ മീഡിയയിൽ, അതും സോഷ്യൽ മീഡിയയെ കുറിച്ചും മീഡിയകളെ കുറിച്ചും പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ചും ഇത്ര വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം കൂടി വെച്ചിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലാണ്ട് വേറൊരു ഓപ്ഷനും നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതും. ഈ ലേഡിയുടെ സംസാരത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ബലമായി ഈ പറയുന്ന ഏതോ 2 വ്യക്തികളെന്ന് പറയുന്ന നല്ല മക്കളുണ്ടല്ലോ, അവര് ആരെയും ബലമായി ഇതിലൊന്നും പെടുത്തുന്നില്ല. മനസ്സിലായി? ബലമായിട്ട് ഈ ഒരു സംഭവം കൂടെ കിടക്കാനായിട്ട് ബലമായിട്ട് ആരെയും ചെയ്യിപ്പിക്കുന്നില്ല. അപ്രോച്ച് നടത്താറുണ്ട്, സജഷൻ പറയാറുണ്ട്, അങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനെ അവസരം തരാം. അതിൽ താല്പര്യ കക്ഷികളാണ് അതിൽ വീഴുന്നത്. മനസ്സിലായ? എന്ന് പറഞ്ഞ് ഈ വ്യക്തികൾ 2 നല്ല മോന്മാരെന്നല്ല. മനസ്സിലായ? അത് മനസ്സിലാക്കണം. താല്പര്യമുള്ളവരാണ് അതിൽ വീഴുന്നത്. എന്നിട്ട് നെഗറ്റീവ് കേട്ടത് വഴിയെ കൂടി പോയത് എല്ലാം കൂടി കേട്ട്, അതാണ് ഞാൻ എതിർത്തത്. അപ്പൊ താല്പര്യത്തോടെ ഏതൊക്കെയോ വിഴുന്നിട്ടുണ്ട്, ഏതൊക്കെയോ ആ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇതുപോലെ അവർ അപ്രോച്ച് ചെയ്യും, ഇങ്ങനെ കൂടെ കിടക്കണം, മറ്റേതാണ് പരിപാടിയാണെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞുള്ളവർ, ഇവരെ പോലെയുള്ളവർ വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കും. പക്ഷെ അങ്ങനെ ആയാലും കുഴപ്പമില്ല, എനിക്ക് ചാൻസ് കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അവരാരൊക്കെ? അതാണ് എനിക്കറിയേണ്ടത്. സത്യം, ഞാൻ സീരിയസിൽ പറയണം. അങ്ങനെയുള്ള ഫേക്ക് ഫേസ് ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ പറ്റിച്ച് ആ ഗെയിം ഷോയിലകത്ത് ഗെയിം കളിച്ചവരെ എനിക്കറിയാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. നന്നായിട്ട് എനിക്ക് താല്പര്യമുണ്ട് അറിയാം. എന്തായാലും മൂപ്പന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ചാനൽ ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് മൊത്തത്തിൽ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായത്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കമന്റിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഈ മിക്ക കമന്റ്സിന് ഞാൻ റിപ്ലൈ തരാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ കമന്റും ഞാൻ വായിക്കാറുണ്ട്. ഞാൻ റിപ്ലൈ തരാത്തത്, ഞാൻ റിപ്ലൈ തന്നതിന് ഞാൻ പറയുന്നതിൽ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇത് പറയും, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി പറയുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ടാണ് ഞാൻ അടുത്ത വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അത് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഞാൻ റിപ്ലൈ തരാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകും, ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും. എല്ലാ കമന്റിനും റിപ്ലൈ തന്ന, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, ഒരു ന്യൂട്രലിൽ പോകുന്നത്. എന്തായാലും ഞാൻ വഴി എല്ലാ കമന്റിനും റിപ്ലൈ തരും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.